സുക്കുറാക്ക എണീറ്റോടിട്ടാ, നേരായി തുടങ്ങി. സുക്കുറാക്ക ഇതിപ്പോ തന്നെ നീക്കും തോന്നണില്ല. എന്തേലും ഇന്നലെ കെടുക്കണ നേരത്തുള്ള ഡയലോഗ് നേരത്തെ വിളിക്കണം, ഒറ്റ വിളിച്ചാൽ മതി. പോത്ത് പോലെ ഉറങ്ങാൻ പറ്റും. ആ അത് ശരി, അപ്പൊ ഇതുവരെ നീറ്റിട്ടില്ലേ സുക്കുറാക്ക? സുക്കുറാക്ക എന്താ ഉറക്കാത്? നിങ്ങളല്ലേ പറഞ്ഞ് നേരത്തെ നീക്കണമെന്ന്, നിങ്ങൾക്ക് പോകണ്ടല്ലേ? അതിന് സമയം ഒന്നും ആയില്ലല്ലോ. സമയമൊന്നും ആയിട്ടില്ലാന്നോ? അങ്ങോട്ടോക്കി ഇനി എപ്പഴാ സമയാവല്? മതിനീറ്റാണ്. ഈ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വിളിക്ക് നസീമ. അത് ശരി, ഞാൻ എപ്പോ തുടങ്ങി വിളിയാന്ന് നിങ്ങൾ അറിയോ? ധന്യമാണെങ്കിൽ ഞാൻ നീട്ടുള്ളിട്ടാ, അല്ലെങ്കിൽ ദോശ ചൂടും ചട്ടകം കൊടുന്ന് ഞാൻ വെക്കും. മതിനീറ്റാണ്. ചട്ടകൊന്നും ചൂടാക്കണ്ട, ഞാൻ എണീക്ക. 6 മണിയാകുമ്പോ വിളിക്ക്. ആ അത് ശരി, 6 മണിയായി. ഇനി വൈകുന്നേരം കാണുന്ന നീറ്റോളി. 9 മണിയായി. 11 മണിക്കല്ലേ നിങ്ങളുടെ ട്രെയിന്? ഇത് 9 മണിയോ? 9 മണിക്കായ സമയം? 9 മണിക്കായി. ഞാൻ നീറ്റ് കുളിക്കാൻ നോക്കി. ഞാൻ പിന്നെ ചായ എടുത്തേക്കാം. ഇനിയും കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം കൊടുത്ത് നോക്കൂട്ടാ. നോക്കി അല്ലെങ്കിൽ ഇന്ന് പോകാൻ പറ്റൂലേ? 11 മണിക്കാ ട്രെയിന്. എണീക്കട്ട. സുഖമാക്കെത്തിയോ? ഹലോ ഹലോ സുഖറാക്ക, എത്തിയോ? എത്തിയോന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇവിടെ കാസർഗോഡ് കോട്ടിക്കുളം സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പിന്നെന്തായി, പണിയൊക്കെ കഴിഞ്ഞാ? ഒരു ഇതൊക്കെ കഴിഞ്ഞ്. ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നു. ചോറ് നിങ്ങള്? ഇല്ല, കഴിച്ചിട്ടില്ല. സമയമാവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഞാൻ വിളിക്കാം. ഇവിടെ ഏതോ ഒരു അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണെന്നാ പറഞ്ഞത്. ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ശരി സുഖം. ഞാനേ ആരോ ബെല്ലടിക്കുന്നുണ്ട്. എന്നാ ശരി, ആരാ നോക്കട്ടെ. ഓക്കെ. ഗുഡ് ഈവനിങ് നസീമ. പഠിച്ചോനെ, ആരാ ഇത്? വാ മാഡം. എന്തൊരു മുന്നറിയിപ്പില്ലാണ്ട് ശരിക്കും ഷോക്കായി പോയി. കേറ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, കാറ് സൈൻ ആക്കിയിട്ട് ഒരാളും കൂടെ ഇപ്പോൾ വരും. പിന്നെ ആരാ? ആന വന്നിട്ടുണ്ടാ? എന്തായാലും ശരിക്കും സർപ്രൈസ് ആയിട്ടാ. ഇരിക്കും. അതെ അതെ, അവള് തന്നെ. നാട്ടിലെപ്പോ എത്തി? വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഇന്നലെ നൈറ്റ് എത്തി. കുറെ ആയില്ലേ നിങ്ങളെ നാടിനെയൊക്കെ കണ്ടിട്ട്. ആ മമ്മി, ഇതാണ് നമ്മുടെ കഥാനായിക അല്ലേ? ആനുമോളെ മനസ്സിലായ എന്നെ. ഇരിക്ക്. എന്തായാലും ഞാൻ രണ്ടാമത് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാനൊക്കെ ഇങ്ങനെ ടൈം ഉണ്ടല്ലോ. നീ ഇവിടെ ഇരിക്കെ, നിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. നല്ല വിശേഷമാണ് മാഡം. ഇപ്പൊ എന്റെ ജീവിതം ഞാൻ സ്വപ്നം കണ്ടതിനേക്കാളൊക്കെ എത്ര മുകളിലാണ്. എന്തായാലും നിന്റെ സന്തോഷം ഇപ്പൊ നിന്റെ മുഖത്ത് കാണാനുണ്ട്. എവിടെ ഹീറോയിനും നമ്മുടെ കുട്ടിക്കുറുമ്പനും? മോനെ നഴ്സറിയിൽ പോയി. ഇത്തവണ ചേർത്ത്. സുക്കുറാക്ക പിന്നെ കാസർഗോഡ് പുതിയ ഷോപ്പിന് പണി നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ട് പോയതാ. വൈകിട്ട് വരും.
നിങ്ങളുടെ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ എനിക്ക് നസീമാനെ കാണാൻ വല്ലാതെ ആഗ്രഹം തോന്നി. ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ അമ്മ? എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ? നന്നായി പോകുന്ന ആൻറ്റി. മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് നല്ല ഹാപ്പിയാണ്. അല്ല മാഡം, ഇതുവരെ ജോലിയായിട്ട് മതി കല്യാണം എന്നല്ലേ അവള് പറഞ്ഞിരുന്നത്. ഇപ്പൊ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ആയില്ലേ? ഇനി എന്താ അനക്ക് ഒറ്റ ചെക്കൻ നോക്കണില്ലേ? ഞങ്ങൾ എപ്പോഴേ റെഡിയാണ്. അവളുടെ സമ്മതം കിട്ടിയാൽ അപ്പം നോക്കി തുടങ്ങും. ഇപ്പോഴും ടൈം ആയിട്ടില്ല അനി? അതൊരു മനസ്സിലാരെങ്കിലും ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആരോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ മമ്മിയോട് പറയും. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ പറയാത്തതായിട്ടൊന്നുമില്ല എൻ്റെ മമ്മിയോട്. നസീമ, ഞാൻ ആ കാര്യത്തിൽ ലക്കിയാണ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ വലിയ ടെൻഷനുണ്ട്. അത് ഒന്നാമത്തെ കാര്യം അവരുടെ വിവാഹത്തെ ചൊല്ലിയാണ്. അത് ശരിയാ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവളുടെ വിവാഹത്തെക്കാളും വലുത് അവളുടെ വിദ്യാഭ്യാസം തന്നെയാണ്. അത് 100% ശരിയാണ് മാഡം. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഒരിക്കലും അത് നിർത്തിയിട്ട് കല്യാണത്തിന് നിർബന്ധിക്കരുത്. പഠിപ്പൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ ഇപ്പോൾ താനിനെ പോലെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന സമയത്ത് നോക്കിയാൽ മതിയല്ലോ കല്യാണം. പഠിപ്പിനേക്കായി മുകളിലാവരുത് ഒരിക്കലും കല്യാണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരൻസിനോട് ആദ്യം തന്നെ ഇത് പറഞ്ഞത്. ഞാൻ ആവശ്യപ്പെടും വരെ എന്നോട് കല്യാണത്തെപ്പറ്റി സംസാരിക്കരുതെന്ന്. അതെന്തായാലും നന്നായി. നല്ല കാര്യമായിട്ട് നിങ്ങൾ ചെയ്തത്. നിങ്ങളെപ്പോലെ 100-180 പാരൻസ് എങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. കറക്റ്റ് ആൻറ്റി, ഈ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആഗ്രഹിച്ച അത്രയും എൻ്റെ പേരൻസ് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ജോലിയായി. അതുവരെ എൻ്റെ പേരൻസ് എന്നോട് കല്യാണത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് മാത്രമേ സ്വന്തം കാലിൽ നിൽക്കാവൂ എന്നൊരർത്ഥം ഇല്ല കേട്ടോ. എന്ത് നേരിടാനുള്ള മനസ്സും ധൈര്യവും ഉണ്ടായാൽ മതി. അതെ, നസീമാനെ പോലെ. ഈ പഠിക്കാനുള്ള ടൈമെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ പഠിക്കണ കാര്യത്തിന് മാത്രമല്ല, അത് ഓരോ പ്രായത്തിനും കൂടി മാനിച്ചിട്ടാണ്. ഒന്നും അറിയാത്ത പ്രായത്തിൽ വെറുതെ കെട്ടിച്ചയക്കണക്കായി നല്ലതല്ലേ എന്താണ് കല്യാണം എന്നും ജീവിതം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടൊരു കല്യാണം നടത്തുന്നത്. തീർച്ചയായും. സ്വയം തീരുമാനങ്ങൾ എടുക്കാനും തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു സമയത്തായിരിക്കണം പെൺകുട്ടികളെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടത്. നീ പണ്ടത്തെക്കാളും ഒത്തിരി ബോണ്ടായിട്ടുണ്ട് നസീമ. ഇതുപോലെ വേണം എല്ലാ പെൺകുട്ടികളും. എന്റെ ജീവിതം തന്നെ മാഡം ഇന്നിങ്ങനെ ബോൾഡാക്കിയതും ഇന്ന് ഞാൻ ജീവിക്കാൻ കാരണമാക്കിയതും ഒക്കെ. അതെന്താണെന്നറിയോ? എല്ലാ പാരൻസിനും പോലെ 18 വയസ്സിൽ തന്നെ എന്റെ കല്യാണം നോക്കി തുടങ്ങിയതാ. പക്ഷെ ഇന്നൊന്നും ആർക്കും പറ്റാത്തതുകൊണ്ട് 24 വയസ്സ് വരെ അതങ്ങനെ നീണ്ടുപോയി. അപ്പോൾ അതിന് എന്റെ മനസ്സിൽ ഏകദേശം ജീവിതം എന്താണെന്നും അത് എങ്ങനെ നേരിടണമെന്നും ഒക്കെ അറിയാനുള്ള ഒരു പക്വതയായി മാറിയിരുന്നു. മറ്റേത് 18 വയസ്സിലാണ് ഞാൻ അനുഭവിച്ചതൊക്കെ അനുഭവിച്ചിരുന്നാല് ചിലപ്പോൾ ഇന്ന് ഞാനും ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. പക്വത ആവണേന്റെ മുന്നേ നമ്മളെ മക്കളെ വേറൊരു വീട്ടിലേക്ക് കൊടുത്തു കൊടുക്കുമ്പോൾ നമ്മളെ വളർന്ന ചുറ്റുപാടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിരിക്കും അവിടെയുള്ള ജീവിതം. അതൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ അവർ പാകപ്പെട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകളുടെ കാരണം. തീർച്ചയായും. പിന്നെ ഒട്ടുമിക്ക പാരൻസും ചെയ്യുന്നതാണ് മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ കടം വാങ്ങിയിട്ടാണെങ്കിലും എത്ര കൊടുക്കാൻ പറ്റുന്നോ അത്രയും സ്വർണവും കാശൊക്കെ കൊടുത്തിട്ട് മക്കളെ കൊടുക്കുന്നത്. അതിലൊന്നല്ല കാര്യം. അവരെ പറഞ്ഞയക്കുന്നതിന് മുന്നേ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്. അതെന്താണെന്നറിയോ? എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങളുണ്ടാവും എൻ്റെ കൂടെയെന്നും അവിടെ എന്ത് പ്രശ്നം വന്നാലും ധൈര്യത്തോടെ എനിക്ക് ഞങ്ങളോട് വന്ന് പറയാന്നുള്ളൊരു വാക്ക്. കെട്ടിച്ചയക്കുന്നതുകൊണ്ട് മാത്രം പാരൻസും മക്കളും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോണില്ല എന്നും എന്ത് വന്നാലും ഈ വീട്ടിലെ വാതിൽ അവൾക്ക് വേണ്ടി എന്നും തുറന്നിട്ടിരിക്കുന്നു അത് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് വേണം കല്യാണം. അല്ലാന്നുണ്ടെങ്കിൽ ചെന്ന് കയറിയ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നുള്ള വഴി മരണം തന്നെയാണ്. വീട്ടുകാരെ മുന്നിലേക്ക് തില്ലാൻ പറ്റണമെന്ന് അവർക്കും കൂടി തോന്നുന്ന രീതിയിലായിരിക്കുമ്പോഴാണ് അവരെ കല്യാണം നടത്തേണ്ടത്. കേട്ടില്ലേ ആനി? ഇത് തന്നെ അമ്മയ്ക്ക് നിന്നോട് പറയാനുള്ള ഒരേ ഒരു കാര്യം. ജീവിതം തോറ്റു കൊടുക്കാനുള്ളതല്ല മോളെ. അതിന് എന്ത് തന്നെ പ്രശ്നം വന്നാലും നമുക്കുള്ള ആയുസ് തീരും വരെ എന്ത് വന്നാലും ജീവിതത്തോട് പൊരുതി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ല കാലം വരുമ്പോൾ നമ്മളെ തേടി എല്ലാവരും കണ്ടു വരും. അതിൽ നമ്മളെ കുറ്റപ്പെടുത്തിയവരും കഷ്ടപ്പെടുത്തിയവരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അവരൊക്കെ ഇങ്ങോട്ട് തേടി വരുമ്പോൾ നമ്മൾ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഉണ്ടാവും. അതൊന്ന് പറഞ്ഞാൽ തീരാത്തതാണ്. പിന്നെ എന്നെപ്പോലുള്ളവരാവണം.
സ്വന്തം വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഇനി എന്ത് ചെയ്യുന്ന അന്തം വിട്ട് നിൽക്കാതെ സ്വയം ജീവിച്ച് കാണിക്കാൻ പറ്റുന്നവര്. ഇക്കാലത്ത് വെറുതെ ആരും പേടിച്ച് നിന്നിട്ടും സങ്കടപ്പെട്ട് കരഞ്ഞിട്ടും ജീവിതം അവസാനിപ്പിച്ചിട്ടും ഒന്നും കാര്യമില്ല. സ്വയം നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടത്. അതിന് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ആയിട്ടുണ്ടാവും, മോളെ അമ്മനെ പോലെ. ഇപ്പൊ മനസ്സിലായില്ലേ ആനി എന്താണ് നസീമ, എങ്ങനെയാണ് നസീമ എന്നൊക്കെ? അതെ മമ്മി, എനിക്ക് മനസ്സിലായി. ഇപ്പം നസീമാൻ്റെ എൻ്റെ റോൾ മോഡലാണ്. എല്ലാ സ്ത്രീകളും നസീമാൻ്റെ കണ്ട് പഠിക്കണം. അല്ല, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ കഥയും ഇരിക്കട്ടോ. ഞാൻ രണ്ടാൾക്കും എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. മമ്മ ആദ്യയുടെ ഫുഡിനെ പറ്റി ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഈ തവണ പോകുന്നതിന് മുമ്പ് നസീമാൻ്റെ കയ്യിൽ ഫുഡ് കഴിക്കാതെ ഞാൻ പോകില്ല. എന്നാൽ പിന്നെ നീ ചായ എടുക്കുക. നാട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചില്ല എന്നുള്ള പരാതി വേണം. എന്താ രണ്ടുപേരും ഇരിക്കണ കഴിക്കേ? പെട്ടെന്ന് വന്നതായതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി എന്തായാലും സുക്കൂറാക്ക ഉണ്ടാകുമ്പോൾ ഒരു ദിവസേ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അടിപൊളിയായിട്ട് കൂടാം. ഫോൺ അടിക്കണുണ്ട്, സുക്കൂറാക്കന്നെ ആയിരിക്കും. ഇനി പോയി തിരിച്ചു വരുമ്പോൾ വരെ വിളി തന്നെ ആയിരിക്കും. പോരട്ടാ ആൻറ്റി ഫോൺ ഉണ്ടോ? ഞങ്ങൾ എന്ത് കഴിച്ചോളാം. ഹലോ, എന്റെ താത്ത. കാക്കാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കാക്കാക്ക് ഇപ്പൊ തീരെ വെജടി. 2 ദിവസമായിട്ട് ഇപ്പൊ നല്ല വേദനയാണ്, കണ്ടിട്ട് സഹിക്കണില്ല. താത്ത ഇങ്ങനെ ടെൻഷൻ ആവണ്ട. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും വരുന്നുണ്ടല്ലോ. നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കാം. ദിലു വിളിച്ചിരുന്നില്ല താത്ത? അവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനായി ഓളോട് പഠിപ്പിൽ ശ്രദ്ധ കളയരുതെന്ന് പറയണട്ടാ. എക്സാം അടുത്ത് വരില്ലേ? ദിലു ഇവിടെ ഉണ്ടടി. 2 ദിവസമായി വന്നിട്ട്. അതെന്തേ? എക്സാം അടുത്തിരിക്കല്ലേ? ലീവുള്ള സമയമൊന്നുമല്ലല്ലോ, പിന്നെ ഇപ്പൊ എന്തൊരു വരവ്? അത് എന്താ താത്ത? താത്ത എന്തൊക്കെ അറിയണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓളിഞ്ഞ് പഠിക്കാൻ പോണില്ല എന്നാ പറയണത്. എല്ലാ സാധനവും എടുത്തുകാണ്ടാണ് പോന്നിക്കണത്. പോണില്ലാന്നോ? അതിനാണോ അവളിപ്പോ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്? എന്തൊക്കെ അങ്ങനെ തോന്നാൻ? ഞാൻ കൊറേ പറഞ്ഞു നോക്കി നസീമ, ഓള് കേൾക്കണില്ല. ഇനി ഓൾക്ക് പോവാൻ വയ്യാന്നാ പറഞ്ഞത്. എന്താ താത്ത, കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദിലുവിന്റെ ഫീസ് അടച്ചില്ല നിങ്ങള്? ഇല്ല നസിയ, കാക്ക കിടപ്പിലായതിൻ്റെ ശേഷം ഓളെ ഫീസ് അടച്ചിട്ടില്ല. പിന്നെ 2-3 മാസം ഇത്ര കോളേജിൽ നടക്കാൻ വേണ്ടി പറയുന്നു. ഓള് ഓരോന്ന് ഉറഞ്ഞു മാറിയിട്ട് 2 ദിവസം മുന്നപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് ഞാൻ ഫീസ് അടിച്ചിട്ട് കയറിയാൽ മതിയെന്ന് പറഞ്ഞത്ര ഓളോട്. അപ്പൊ ഇതുവരെ അവളെ ഫീസ് അടച്ചിട്ടില്ലേ? അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം പൈസ അയച്ചെന്നല്ലേ അത്ത? അപ്പൊ എന്തേ അവളെ ഫീസ് അടക്കാഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല അതിൽ മാത്രം ഒരു മുടക്കം വരുത്തരുതെന്ന്. എന്താ താത്ത, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പിന്നെ എന്തുണ്ടെങ്കിലും എന്നോട് വിളിച്ച് പറഞ്ഞുവിടായിരുന്നില്ലേ? കഴിഞ്ഞ മാസം പൈസ അയച്ചപ്പോ 2-3 ആൾക്കാർക്ക് കൊടുക്കാൻ തരുന്നു. അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞപ്പോ പിന്നെ ഓളെ ഫീസിനുള്ളത് തരുന്നില്ലടി. പിന്നെ എത്രയെന്ന് വിചാരിച്ചിട്ടാ എന്നോട് ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക. ഇതായതുകൊണ്ടല്ലേ ഇപ്പൊ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോണത്. ഇതൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല താത്ത. റബ്ബിന്റെ കാരുണ്യം കൊണ്ട് ഇപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നോക്കാനുള്ള എല്ലാ കഴിവും ഞങ്ങൾക്കുണ്ട്. താത്ത എന്ത് ബുദ്ധിമുട്ട് വന്നാലും മടിക്കാതെ പറഞ്ഞാൽ മാത്രം മതി. ഒക്കെ എന്റെയും സുക്കൂറിന്റെ നല്ല മനസ്സാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തിരിഞ്ഞു നോക്കാൻ ഞങ്ങളൊരു മനുഷ്യണ്ടായിരുന്നില്ല. ഇതിനൊക്കെ എങ്ങനെ നിങ്ങളോട് നന്ദി പറയാന്ന് ഞങ്ങൾക്കറിയില്ല നസീമ. താത്ത ഇപ്പൊ നന്ദി ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മടിക്കാതെ ഞങ്ങളോട് പറഞ്ഞാൽ മതി. ദിലുവിന്റെ ഫീസ് ഞാൻ ഇന്ന് തന്നെ അയക്കട്ടാ. അവളോട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പഠിപ്പ് മാത്രം മുടക്കരുതെന്ന് പറയണം. എന്താവശ്യം ഉണ്ടെങ്കിലും താത്ത ചോദിക്കാനും മടിക്കരുത്.
ഉറുപ്പിയുടെ ഉപകാരം എന്നെ കൊണ്ടും സുക്കൂറിനെ കൊണ്ടും ഞങ്ങൾക്ക് ഉണ്ടാവുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ലേ നസീമ. ഞങ്ങളെ കാരുണ്യം കൊണ്ടാ ഇപ്പൊ ഞങ്ങളും ഞങ്ങളെ കുട്ടികളും പട്ടിണി കൂടാതെ ജീവിച്ചു പോണത്. പണത്തിന്റെയും കോലത്തിന്റെയും തൂക്കം നോക്കി ഒരാളി അളക്കരുതെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി നസീമ. ഞാനും എൻ്റെ കാക്കയും ഞങ്ങളെ ഒരുപാടിട്ടിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളോട് ക്ഷമിക്കണം. ഒക്കെ നമ്മൾ സ്വപ്നം കണ്ട പോലെ തന്നെ നടക്കണമെന്ന് വാശി പിടിക്കാന് നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് ആരെ കൊണ്ട് ഒക്കൂല താത്ത. ആരും ആരെയും കുറ്റപ്പെടുത്താനും പുച്ഛിച്ച് തള്ളാനും പരിഹസിക്കാനും ഒന്നും നമുക്ക് ആർക്കും അവകാശമില്ല. എത്ര വലിയോനെ ചെറിയോനാക്കാനും ചെറിയോനെ വലിയോനാക്കാനും പടച്ച റബ്ബിന് ഒരാൾക്കൊന്ന് കണ്ണടച്ച് തീരുന്ന നേരം മാത്രം മതി. ശരിയാണ് നസീമ, അതിപ്പോ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. ഞങ്ങൾ ചെയ്തതിനൊക്കെയുള്ള ഫലം ഇപ്പൊ ഞങ്ങൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒക്കെ റബ്ബിന്റെ തീരുമാനങ്ങളാണ്. സാരില്ല താത്ത, തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ലല്ലോ. അത് സ്വയം മനസ്സിലാക്കി തിരുത്താൻ കാണിക്കണ മനസ്സാണ് നമ്മളെല്ലാവർക്കും വേണ്ടത്. കുട്ടിയും സുക്കൂറൊക്കെ എവിടെ? മോന് സ്കൂളിൽ പോയി. സുക്കൂറാക്ക പുതിയ കടയുടെ ആവശ്യത്തിന് വേണ്ടിട്ട് കാസർഗോഡ് പോയതാണ്. പഠിച്ചോ, നിങ്ങൾക്ക് നല്ലേ വരുത്തു നസീമ. ഞങ്ങളെ പ്രാർത്ഥനയിൽ എപ്പോഴും പെങ്ങളും ഉണ്ട്. ദിലുവിനോട് നന്നായി പഠിക്കാൻ പറഞ്ഞിട്ട് താത്ത. പഠിപ്പിക്കാൻ ആളില്ല എന്നുള്ള പേരില് ഒരിക്കലും അവളെ പഠിപ്പ് മുടങ്ങാൻ കാരണമാവരുത്. പറയാ എന്നായിക്കോട്ടെ. ഇതൊക്കെ ഏത് കാലത്താവുമെന്ന് വീട്ടാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല നസീമ. അത്രക്ക് ഉണ്ടിച്ചിപ്പോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ. അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല താത്ത, ഇതൊക്കെ എന്റെയും കൂടി കടമല്ലേ. എന്നാ ശരി താത്ത, ഞാൻ പിന്നെ വിളിക്കാം. ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ വരണ്ട എന്തായാലും കേട്ടാ. ഇവിടെ ഡോക്ടറും മോളും വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് എപ്പോഴും സഹായത്തിനുണ്ടായിരുന്നില്ല ആദ്യം. അവര് ഇപ്പൊ ദുബായിൽ നിന്ന് വന്നതാ. ഞാൻ പിന്നെ വിളിക്കട്ടെ എന്തായാലും. ഫോൺ വന്നപ്പോഴേ കുറച്ച് വൈകിപ്പോയി. കമറു താത്തയെ വിളിച്ചത്. കമറു എന്ന് പറയണ നിന്റെ മൂത്ത ബ്രദറിന്റെ വൈഫല്ലേ? അതെ മാഡം. അവര് നിന്നെ ഇപ്പൊ വിളിക്കാറൊക്കെ ഉണ്ടോ? മൂത്ത കാക്കാക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇപ്പൊ 2 കാലിനും സ്വാധീനം ഇല്ലാതെ കിടപ്പിലാണ്. ഓ മൈ ഗോഡ്, അതെന്തായിരുന്നു ആ സംഭവം? 7-8 മാസമായി. ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള മുതലൊക്കെ വിറ്റുപെറുക്കി. ഇപ്പൊ കഷ്ടിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം തന്നെ. അവരുടെയൊക്കെ നല്ല കാലത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തവരല്ലേ? എന്താ ചെയ്യാ മാഡം, 2-3 മാസം കഴിഞ്ഞാ ഞങ്ങൾ കാര്യം അറിഞ്ഞ തന്നെ. അറിഞ്ഞ പാടെ ഞങ്ങളവിടെ പോയിരുന്നിട്ടാ. സത്യം പറയാലോ മാഡം, അവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോ ശരിക്കും സങ്കടം തോന്നി. എങ്ങനെ ജീവിച്ചിരുന്നവരെ ഓലൊക്കെ ഇപ്പൊ അന്നാണത്തെ ജീവിതത്തിനും കാക്കാടെ ചികിത്സക്കും മോളെ പഠിപ്പിനും ഒക്കെ ഞങ്ങളാണ് ഇപ്പൊ ആകെയുള്ള ഒരു ആശ്രയം. ഇത്ര ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എന്തായാലും ഇപ്പൊ ഓല് ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് ശരിക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എപ്പോ വിളിച്ചാലും അന്നത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കുറെ കരയും. നസീമ, നിന്റെ ആ 2ാമത്തെ ബ്രദറിന്റെ വിശേഷം എന്തൊക്കെയുണ്ട്? ഇമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ എപ്പോഴും അങ്ങോട്ട് പോക്കൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ച് വിവരമൊക്കെ ചോദിക്കൂട്ടാ. ഓലെ കാര്യം ഇപ്പൊ കഷ്ടത്തിൽ തന്നെയാണ്. ചെറിയ കാക്കാന്റെ ബിസിനസ്സൊക്കെ ആകെ പൊട്ടി. റുബിയുടെ ദൂർത്താണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് കാക്ക കുറെ വീട്ടിലൊക്കെ കൊണ്ടാക്കുകയൊക്കെ ചെയ്ത്. ഇപ്പൊ എന്തായാലും തെറ്റൊക്കെ മനസ്സിലാക്കി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല സന്തോഷത്തിൽ തന്നെ 2 ആളും. പക്ഷെ ബിസിനസ്സൊക്കെ ഒന്നും ഇങ്ങനെ പച്ച കുടിച്ച് വരുന്നേ ഉള്ളൂ. എന്തായാലും 2 താത്താരും നന്നായി ജീവിതം ഒന്ന് പഠിച്ച് ഇപ്പൊ ഓലൊക്കെ കഷ്ടപ്പാട് തീർക്കാന് ഇന്നേക്കാളും നിർബന്ധം എന്റെ സുക്കൂറാക്കാട്ടാ. അത് ഓലിക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ജീവിതം എന്താണെന്ന് ശരിക്കും ഓർക്കിപ്പോ മനസ്സിലായത്. കാണുന്ന കാഴ്ചയിലും സ്വത്തിന്റെ അളവിലും നോക്കിയിട്ടല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഓരൊക്കെ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട് മാഡം. അതന്നെയല്ലേ ഒരു ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.